നമ്മൾ ഇന്ത്യൻസ് ശരിക്കും സ്വതന്ത്രരാണോ? 79 വർഷങ്ങൾക്ക് മുൻപ് അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് വെൻ ദ വേൾഡ് വാസ് സ്ലീപ്പിംഗ്, ഇന്ത്യ അവേക്കൺ ടു ലൈഫ് ആൻഡ് ഫ്രീഡം. എല്ലാ കാലത്തും നമ്മളെ അടിമകളായി വെക്കാം എന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ വ്യാമോഹത്തെ കാറ്റിൽ പറത്തി നമ്മൾ സ്വതന്ത്രരായി. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ച് 79 വർഷങ്ങൾക്ക് ശേഷവും എന്റെ മനസ്സിൽ ഒരു ചോദ്യമാണ് വരുന്നത്, ഒരൊറ്റ ചോദ്യം: നമ്മൾ ശരിക്കും സ്വതന്ത്രരാണോ? ഈ ചോദ്യം ചോദിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ പറയാം. ജനാധിപത്യപരമായി നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് 18 വയസ്സ് മുതൽ വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്റെയും നിങ്ങളുടെയും വോട്ടിന് പോലും വിലയുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഇന്ന് പലരുടെയും മനസ്സിൽ. എന്റെയും നിങ്ങളുടെയും വോട്ടിന് വിലയുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടവർ തന്നെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിലെ 65 ലക്ഷം വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അതിൽ ചിലർ മരിച്ചുപോയി എന്ന് പറയുന്നു. ആ മരിച്ചുപോയി എന്ന് പറയുന്നവരുമായി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ചായ കുടിക്കുന്നു. വാവ്, സ്വതന്ത്ര ഇന്ത്യ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഒന്നാണ് ഫ്രീ സ്പീച്ച്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ഗവൺമെന്റിന് സ്തുതി പാടാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ അറിയാതെ എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തവന്റെ കാര്യം ശുഭം. അവൻ പിന്നെ ആന്റി നാഷണലും അർബൻ നക്സലും ഒക്കെ ആവും. ക്രിറ്റിസിസം കൂടാതെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം. വാവ്, ഫ്രീ ഇന്ത്യ. ഇഷ്ടമുള്ള മതം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ റിലീജിയസ് മൈനോറിറ്റീസിന് പേടി കൂടാതെ അവരുടെ മതത്തെ പറ്റി സംസാരിക്കാനെങ്കിലും പറ്റുമോ? ഹിന്ദു രാഷ്ട്രവും രാമരാജ്യവും ഉണ്ടാക്കാൻ നടക്കുന്നവർ ഭരിക്കുന്ന ഒരു ഇന്ത്യയിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാനല്ലേ? പ്രസ് ഫ്രീഡം ഇൻഡെക്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മാധ്യമങ്ങൾ പോലും വാർത്ത കൊടുക്കുന്നത് വല്ലവന്റെയും പ്രോപ്പഗൻഡയെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. ഇവിടുത്തെ സിസ്റ്റത്തിലെ പോരായ്മകളും തൊഴിലില്ലായ്മയും കാരണം നമ്മുടെ സിറ്റിസൺസ് തന്നെ ഇവിടം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസിനെ പോലെ ജീവിതം തള്ളി നീക്കുന്നു. സ്വതന്ത്ര ഇന്ത്യ. പിന്നെ സിനിമ എടുക്കാനും കലാസൃഷ്ടികൾ നടത്താനും ഒക്കെ ഉള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അതും വല്ലവന്റെ പ്രോപ്പഗൻഡ സാറ്റിസ്ഫൈ ചെയ്ത് മാത്രമേ എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിലൊന്നുമില്ല, സെൻസർ ബോർഡ് ഇടപെട്ട് ഫോഴ്സ്ഡ് സെൻസർഷിപ്പ് അങ്ങ് നടത്തും. അല്ലെങ്കിൽ നിങ്ങളുടെ കലാസൃഷ്ടി തന്നെ അങ്ങ് ബാൻ ചെയ്യും. ഓ യെസ്, നിങ്ങൾ പ്രോപ്പഗൻഡ പടങ്ങൾ എടുത്ത് ചിലർക്കൊന്നും ഭരണമില്ലാത്തൊരു സംസ്ഥാനത്തെ താറടിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടും. നിങ്ങൾ മികച്ചൊരു കലാകാരനാണെന്ന് ഈ രാജ്യത്തെ ചിലരെങ്കിലും പറയും. പഴംപൊരിക്ക് വരെ ടാക്സ് ഉള്ള ഈ രാജ്യത്ത് ആ ടാക്സിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കിട്ടുന്നുണ്ടോ? നല്ല സ്കൂളുകളുണ്ടോ? നല്ല റോഡുകളുണ്ടോ? നല്ല ആശുപത്രികളുണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. എന്തിന് നമ്മുടെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്താനെങ്കിലും സാധിക്കുന്നുണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവർ, അതായത് നമ്മുടെ നേഷന്റെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് സ്വപ്നം കണ്ട ഇന്ത്യ ഇതല്ല. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന്റെ പേരിൽ ഞാൻ ചിലപ്പോൾ അർബൻ നക്സലോ ആന്റി നാഷണലോ ഒക്കെ ആയേക്കാം. ഐ ഡോണ്ട് മൈൻഡ്. പിന്നെ ഈ ചോദ്യങ്ങൾ ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇനിയും ചോദിക്കും. ജയ് ഹിന്ദ്.